അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ, ജോലി ചെയ്യുന്ന ഇടങ്ങൾ, ഓഫീസാകാം, ആശുപത്രിയാകാം, കണ്ടുമുട്ടുന്ന വ്യക്തികളെ, നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുത്തുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവർ,
അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവർ, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His spirit of power and grace. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങൾ, ഞാൻ എന്തായാലും സുവിശേഷ ഭാഗ്യങ്ങൾ എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത്. അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടുന്ന് കേട്ടതാ പഠിച്ചതൊന്നുമല്ല, വായിച്ചതൊന്നുമല്ല. ഇപ്പൊ എന്താ പറയണമെന്ന് അറിയാമോ? മത്തായി 5:5 അല്ലേ? ശാന്തശീലർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ഭൂമി അവകാശമാക്കും. ശാന്തത ശീലമായിട്ടുള്ളവർ. ശീലം എന്ന് പറഞ്ഞത്, ശീലം എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാബിറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ. ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത്. കർത്താവ് എന്താ പറയണത്? ശാന്തത, ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന്. എന്നുവെച്ചാൽ ശാന്തതയ്ക്കെതിരെയാണ് എന്താണുള്ളത്? പ്രക്ഷുബ്ധത, ടെൻഷൻ. എല്ലാവരും പറഞ്ഞു ടെൻഷനാണോ? എല്ലാത്ത ടെൻഷനാണെന്ന് പറയുന്നത്. അപ്പൊ ടെൻഷനാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്താ കാര്യം? ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു. ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കിഡ്നി പേഷ്യൻ്റ്. നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും അച്ഛൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും. എന്താ കാര്യം അറിയാമോ? രോഗശാന്തി നൽകുന്ന ആൾ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ രോഗിയായിരുന്നു. പല ആൾക്കാരും സുവിശേഷ വേലക്കാർ രോഗികളായിരുന്നു. അവരാ രോഗം അനുഭവിച്ചു തന്നെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ. അപ്പോൾ പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി ഷ്രിങ്കായത്? പ്രഷർ എങ്ങനെ വന്നതാ? ദൈവം നമുക്ക് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ തരും. അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ചിലപ്പോൾ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മൾ മനുഷ്യരാണല്ലോ. നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാകും. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അതായത് ഞാൻ ഒരു ദിവസം ഉണ്ടല്ലോ 96 അന്ന് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ്. കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോൾ ഒരു 5 മണിക്കാണ് കടൽ തീരത്ത് നമ്മൾ ജവമാല റാലി പോയില്ലേ, ആ വഴികളിലൊക്കെ അച്ഛൻ പണ്ട് കടലോര കൺവെൻഷൻ നടത്തിയിട്ട് 1000 ഇരുന്ന സ്ഥലം. ഇപ്പം നിങ്ങൾ മാരാരിക്കുളത്തിലാണ് വന്നിരുന്നത്. 5 ലക്ഷത്തോളം മനുഷ്യരെന്നല്ലേ പറയണത്. പോലീസിൻ്റെ കണക്കാണ്. അന്നത്തെ ഒന്നുമില്ല. അന്ന് 10,000 ആളെ ഉണ്ടാകാൻ 10,000 ആള്. പക്ഷേ എന്ത് പറ്റി? ആ കടത്തീരത്തെ പന്തലിൽ വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ്. പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറയാണ് ഇന്ന് കൺവെൻഷൻ നടക്കില്ലെന്ന്. അപ്പം എനിക്ക് ടെൻഷനായി. കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഞാനൊരു മരിപ്പടി യുദ്ധത്തിന് പോയപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എന്നെ കണ്ട് എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട്, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ചേട്ടാ ക്ഷമിക്കണം, ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ പറഞ്ഞ് ഞാനാണച്ചാ തിമിംഗലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില 3 മണിയായപ്പോൾ തങ്കച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു പുള്ളി. എന്നെ വിളിച്ച് പറഞ്ഞു ധ്യാനം നടക്കുമെന്ന് തോന്നുന്നില്ല,
ഒരു തിമിംഗലൻ ചത്ത് ചീഞ്ഞ് നമ്മുടെ കടപ്പുറത്ത് പന്തൻ്റെ അരികിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പം നിനക്കറിയാമല്ല, ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത വാടയിരിക്കും, ദുർഗന്ധമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു വലിയ തിമിംഗലം എന്ന് വെച്ചാൽ ഒരു 30-40 അടി ഉള്ള, നമുക്കൊരു 6 ആളിൻ്റെ പൊക്കമുണ്ട്. അത് അടിഞ്ഞു കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ഞാൻ ഉടനെ ശരീരം തളർന്നു പോയി. അതാണ് ഈ പ്രഷർ. ഇപ്പം നിങ്ങളോർക്ക് അച്ഛൻ എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ? നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രഷറുണ്ട്, ഓരോരോ തരത്തിൽ. അപ്പം പിന്നെ എന്ത് ചെയ്ത് അന്നത്തെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് തങ്കച്ചായനൊക്കെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് പീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ട് അവർ അറുത്തറുത്ത് ഇറങ്ങി. എന്ന് വെച്ചാൽ നെയ്യ് ചത്ത് ചീച്ച സാധനത്തിന് നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടൽ പോലും പുറത്തു തന്നെ ഛർദ്ദിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഈ ചെറിയ വള്ളങ്ങൾ എടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കളഞ്ഞു. ടെൻഷനാണ്. മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം. അപ്പം ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത്. നിങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ്, വീട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമാട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം. വെക്കുമ്പോൾ ഒക്കണ്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ടെൻഷൻ ചിലപ്പോൾ വരും. എന്താണെന്ന് അറിയാവാ? അത് നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമില്ല. കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും. ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും. അപ്പം നമ്മൾ ഒരിടത്തും ഇല്ലാതായി പോകും. ഇത് വേർത്ത് തലയും പോയി അവിടെ കിടക്കും പോയി. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ച് പറഞ്ഞു, കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറ വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്നാന്ന്. ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തം ഉണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണം എന്ന് പറയാൻ്റെ ഒരു കാരണം, കടലോരത്ത് ടൈറ്റായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ അക്കാലങ്ങളിൽ കൃപാസനത്തിൽ മാത്രമേ കടലോട് അരി ചേർന്ന് ഈ 2 ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മളൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അറിയാം, ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും. ദുരന്തം കടൽ വഴിയാണ്, സുനാമിയാണ് വരണം നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത്. ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് നമുക്ക് ശാന്തത നൽകണത്. ശാന്തത ശീലമാക്കണം. ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നന്ദി. യേശുവാപ്പന് നന്ദി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, രാജേഷ് സെബാസ്റ്റ്യൻ. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു. 10 വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നു. ഞാനൊരു കമ്പനിയിൽ ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ പൈസ കൊടുത്തിട്ട് നമുക്ക് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഇതേപോലെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നു, ഫാമിലിയായിട്ട് നാട്ടിൽ വന്നു. ഭാര്യ ഉടമ്പടി എടുത്തു. 22-ൽ ഉടമ്പടി എടുത്തു. 23-ൽ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരാൻ നിൽക്കണമ്പോൾ എനിക്ക് ഒരു കേസ് വന്നു കമ്പനിയിൽ നിന്ന്. അവർ ആക്ച്വലി 5000 റിയാലാണ് നമ്മൾ അവർക്ക് ഫസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, എല്ലാ മാസവും ഇടാനായിട്ട്, സാലറി ആയിട്ട്. ഈ സാലറി ഇടാൻ കൊടുക്കുന്ന പൈസ അവർ ബ്ലോക്ക് ചെയ്തിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് അബ്സ്കോണ്ടിങ് ആയിട്ട് ഞാൻ ചാടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ട്രാവൽ ബാൻ വന്നു. ട്രാവൽ ബാനിൽ നമുക്ക് കേസ് തീരുന്നത് വരെയും നാട്ടിൽ പിന്നെ വരാൻ പറ്റത്തില്ല. ആ ടൈമിൽ എൻ്റെ മോള് കാനഡയിലാണ് പഠിക്കണത്. അപ്പോൾ അവളുടെ ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ കേസ് വരലും ഒരുമിച്ചായിരുന്നു. അപ്പോൾ കേസ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ കേസ് തീരാണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. കേസ് എന്ന് തീരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കോടതിയിൽ പോയാൽ അറബികളാണ്, അവർ പറയുന്ന ഭാഷ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാകത്തുമില്ല. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാ റോ എന്ന് പറയും. അവർ പൊയ്ക്കോ എന്ന് മാത്രമേ പറയുള്ളൂ. ഒരു ട്രാൻസ്ലേറ്റർ വെച്ചാൽ പോലും അവർ സമ്മതിക്കില്ല. അപ്പോൾ കേസ് നടത്താനായിട്ട് എനിക്ക് ഒരു
ഐഡിയയുമില്ല. ഖത്തറിൽ ഞാൻ 10 വർഷമായി വർക്ക് ചെയ്യണമെങ്കിലും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേസിനെ കുറിച്ച് എങ്ങനെ നടത്തും. നമ്മൾ നാട്ടിൽ പോലും കേസ് നടത്തിയാൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും. ഇത് അവിടെ ഒരു അഡ്വക്കേറ്റിനെ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൂടെ നിന്ന് സംസാരിക്കാനോ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ വരാനോ അനുവാദമില്ല. അപ്പോൾ കേസ് നടത്താൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബലം വേണ്ടേ. അപ്പോൾ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചു. വൈഫിൻ്റെ കയ്യിൽ നിന്ന് കൃപാസന മാതാവിൻ്റെ രൂപം മേടിച്ച് കഴുത്തിലിട്ടിട്ട് വണ്ടി കയറിയിരിക്കുമ്പോൾ എനിക്ക് മാതാവിന് തൊട്ടടുത്ത് ഫീലിംഗ് ആണ്. മാതാവ് എൻ്റെ തൊട്ടടുത്ത് എന്നെക്കാട്ട് ഹൈറ്റിലാണ് മാതാവ് നിൽക്കുന്നത്. ആ ഹൈറ്റിൽ നിൽക്കുന്ന മാതാവിനെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ കാറെടുക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഞാൻ പേപ്പർ വെക്കില്ല. എന്നാൽ മാതാവ് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ സംസാരിച്ചു കൊണ്ട് ഞാൻ കോടതിയിൽ പോയി കേസ് നടത്തി കോടതിയിൽ അവർ അവസാനം പറഞ്ഞത് എനിക്ക് വേറെ ഒരു കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് ഓഫർ ലെറ്റർ എടുത്തു കൊടുത്താൽ ഈ കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കമ്പനിയിൽ നിന്ന് റിലീസ് മേടിച്ച് ആ ഓഫർ ലെറ്ററായിട്ട് അവിടെ ചെന്നു. അത് കൊടുത്ത് കേസ് ഫിനിഷായി ഞാൻ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്നു. എനിക്ക് ഇനി 10 ദിവസം ഉള്ളൂ ഫീസ് കെട്ടാനായിട്ട് കൊച്ചിൻ്റെ. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർ ബ്ലോക്ക് ചെയ്തു. പോലീസ് ബ്ലോക്ക് ചെയ്തിട്ട് പോലീസ് എന്നെയും കൊണ്ട് നേരെ താഴേക്ക് ഒരു 2 ബിൽഡിങ് താഴേക്ക് പോയി. എങ്ങടെ കൊണ്ടുപോകണമെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കമ്പനിയിൽ നിന്ന് ഒരു 1000 രൂപ കൂടി കെട്ടാനുണ്ട്. ആ 1000 റിയാൽ കെട്ടിയാൽ മാത്രമേ നിന്നെ എയർപോർട്ടിൽ നിന്ന് കടത്തി വിടാൻ പറ്റുള്ളൂ. സാധാരണ അങ്ങനെ പിടിച്ചാൽ നേരെ ഡിപ്പോർട്ട് ചെയ്യും. എന്നാൽ ഫാമിലി 2 പിള്ളേർ വേറെ ഉണ്ട്. അവരും ഖത്തറിലാണ്, ഭാര്യയും ഖത്തറിലാണ്. ഇവർ എല്ലാവരും ഇവിടെ ഇട്ടിട്ട് എന്നെ ഡിപ്പോർട്ട് ചെയ്യും. ഇത് മാതാവിനെ അപ്പോൾ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കണതാണ്. നമ്മൾ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കണതാണ്. ഭാര്യനെ വിളിച്ചു പറഞ്ഞു, ഭാര്യ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കണതാണ്. എന്ന് വെച്ചാൽ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തമില്ല. ജയിലിലേക്കാണോ ഡിപ്പോർട്ട് ചെയ്യുമോ ഒരു പിടുത്തമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, നിന്നെ തൽക്കാലത്തേക്ക് ഞാൻ തിരിച്ചു തന്നെ വിടണേണ്. നീ പോയി കേസ് നടത്തി, അടുത്ത കേസുണ്ട്, ആ കേസ് നടത്തിയിട്ട് 1000 രൂപ കെട്ടിയിട്ട് വാന്ന് പറഞ്ഞു. ഈ കേസായിട്ട് ഞാൻ എവിടേക്ക് പോകുന്നോ അവരെന്നോട് പറയും ഇവിടെയല്ല, ഈ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ഡേറ്റ് കടന്നു പോണ്, ബാങ്കിൽ പൈസ കെട്ടാനുണ്ട്. ആ പൈസ കെട്ടിയാലാണ് കൊച്ചിനെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അവരുടെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. അവിടെ പിള്ളേർക്ക് കറക്റ്റ് ടൈമിന് പൈസ തന്നില്ലെങ്കിൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ അവർ കയറ്റി നാട്ടിലേക്ക് പറഞ്ഞു വിടും. ഞാൻ അങ്ങനെ വേറൊരു കോടതി പോയി ഈ പൈസ കെട്ടി, പിന്നെ രണ്ടാമത് എയർപോർട്ടിൽ വന്നു, കയറി തിരിച്ചു പോന്നു. ദൈവകൃപയാൽ ആ പൈസ മുഴുവനും കെട്ടി കൊച്ചിൻ്റെ കാര്യങ്ങൾ നടത്തി. ഇതാണ് ഒരു സാക്ഷ്യം എനിക്കുള്ളത് പറയാൻ. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മേത്ത് മൊത്തം ചൊറിച്ചിൽ പോലെയായിരുന്നു. എപ്പോഴും ചൊറിച്ചിൽ വരും. നമുക്ക് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അത് തടിച്ചു പൊങ്ങും. അങ്ങനെ ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി ഉപ്പും നാക്കെ പുരട്ടിയിട്ടാണ് എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം വരെ ബൈബിൾ വായനയോ അല്ലെങ്കിൽ കൊന്തെത്തിക്കലോ ഇത് സ്ഥിരമായിട്ടുള്ളതല്ല. അത് എന്നും സ്ഥിരമാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഓരോ അസുഖങ്ങൾ മാറി തുടങ്ങി. പിന്നെ എൻ്റെ നട്ടലിൻ്റെ താഴെയായിട്ട് ഇരിക്കണ ഭാഗത്ത് ടെയിൽ ബോൺ എന്ന് പറയും, ആ അറ്റത്ത് എല്ല് വളർച്ച പോലെ തോന്നി. കാറിലിരിക്കാൻ പറ്റത്തില്ല, ഓഫീസിലിരിക്കാൻ പറ്റത്തില്ല, സീറ്റിലിരിക്കാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കൃപാസനത്തിൻ്റെ ഉടമ്പടി തൈലം ഞാൻ സ്ഥിരമായിട്ട് ആ ടെയിൽ ബോണിൻ്റെ അറ്റത്ത് പുരട്ടി കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് ചിലർ പറഞ്ഞു കേട്ടേക്കണത്. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അസുഖം മാറി. എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ടേബിൾ ബോൺ എങ്ങോട്ട് പോയെന്ന് എനിക്ക് പറയില്ല, ഭാര്യയ്ക്ക് പറയില്ല. ഭാര്യ എപ്പോഴും ചോദിക്കും ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കണില്ലല്ലോ എന്ന്. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ മൂക്കിൻ്റെ പാലത്തിൻ്റെ നീട്ടം കൂടുതലാണ്. അപ്പോൾ അത് തിങ്ങിയിട്ട് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി തൈലം എന്നും ഞാൻ മൂക്കിൽ പുരട്ടും, കണ്ണിൻ്റെ അവിടെ പുരട്ടും, ടെയിൽ ബോണിൻ്റെ അവിടെ പുരട്ടും. അപ്പോൾ ഈ മൂക്കിൻ്റെ പാലം പറ്റി കഴിയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും, മാതാവ് അവിടെ ചെല്ലുമ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ പാലം നേരെ നിൽക്കുമല്ലോ എന്ന്. ഇപ്പോൾ നിങ്ങൾ തൊട്ട് നോക്കി അറിയാം, ഈ പാലത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ എല്ല് പോലെ കിടക്കുക. ആ കറക്റ്റ് വിചാരിച്ച പീസ് മാതാവ് ഒടിച്ച്
നേരെ ഇങ്ങനെ കിടത്തിയിട്ടേക്കാം. ഇതാണ് മൂന്നാമത്തെ സാക്ഷ്യം. ആത്മീയ ജീവിതം എന്താണ്, കൃപാസനത്തിൽ ബൈബിൾ വായന സ്ഥിരമായി, ബൈബിൾ വായന ഒട്ടും ഉണ്ടായിരുന്നില്ല. ഒരു പള്ളിയിൽ പോയാലും നമ്മൾ പുറകിൽ നിൽക്കുള്ളൂ. പള്ളിയിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി, കൊന്തെത്തിക്കാൻ തുടങ്ങി, ഡെയിലി ബ്രെഡ് കേൾക്കാൻ തുടങ്ങി, കൃപാസനിൽ എല്ലാ സ്പീച്ചും കേൾക്കാൻ തുടങ്ങി. അത് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ഫ്രണ്ട്സിനും അഴക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ തിരിയിൽ എന്നും മാതാവ് പ്രത്യക്ഷപ്പെടും. അത് കാണിച്ചാണ് ഇപ്പം ഞാൻ കൃപാസന പേപ്പർ കൊടുക്കുന്നത്. ഞാനും എൻ്റെ വൈഫും എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണിച്ചിട്ടാണ് ഞാൻ ഖത്തർ മൊത്തം ആൾക്കാർ പള്ളിയിൽ വരുമ്പോൾ അവരെ പേപ്പർ കൊടുക്കുന്നത്, കൃപാസന പേപ്പർ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വാസം ആകാത്തവർക്കും കൂടി വിശ്വാസം ആകട്ടെ എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് കണ്ടാൽ. അതുകൊണ്ട് തന്നെ ഈ തിരിയിൽ കാണുന്ന മാതാവ് എല്ലാം രൂപത്തിലും വന്നിട്ടുണ്ട്. ആ രൂപം കാണിച്ചു കൊണ്ടാണ് എന്നും ഞങ്ങൾ കൃപാസന പേപ്പർ കൊടുക്കുന്നത്. ഞാൻ ഇന്നലെ ഖത്തറിൽ നിന്ന് വന്നതാണ് ഉടമ്പടി പറയാൻ വേണ്ടി, സാക്ഷ്യം പറയാൻ വേണ്ടി, ജപമാല റാലി കൂടാൻ വേണ്ടി. ഈ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി പറയുന്നു. ഇന്നലെ കയറുമ്പോൾ എൻ്റെ കുഞ്ഞ് പനിയായിട്ട് കിടക്കണമായിരുന്നു. ആ മരുന്ന് കൊടുക്കണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്. പക്ഷേ കൃപാസന തൈലം തേനും ഉപ്പും കൊടുത്തിട്ട് ഇന്നലെ കയറി പോന്ന്. ഇന്ന് കൊച്ചൊരു കുഴപ്പമില്ലാണ്ട് അവിടെ ഓടി നടപ്പുണ്ട്. ഞാൻ എടുത്ത് ബെഡ്മേന്ന് സോഫയിൽ നിന്ന് എടുത്ത് പൊക്കിയെടുത്താണ് ബെഡ്മേ കിടത്തിയത്. അപ്പോൾ അത്രയ്ക്കും നമ്മുടെ കൂടെ എന്നും കൂടെ ചേർന്ന് നിൽക്കുന്ന മാതാവ് ഉണ്ടെന്ന് ഉറപ്പാണ്, വിശ്വസിക്കുക. അതേപോലെ തന്നെ ഒറ്റയടിക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും നിൽക്കരുത്. കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം ചോദിച്ച് മേടിച്ചിട്ടേ പോവാവൂ. അങ്ങനെ ശ്രമിക്കുക. ജീവിതം മുഴുവൻ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കരുത്. അതിൻ്റെ ആ സമയത്ത് മാതാവ് ഇടയാക്കുന്നതാണ്. ഈ തന്ന സാക്ഷികളെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനുഷ്യരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഈ പുണ്യഭൂമിയിൽ വരുവാനും ഉടമ്പടി എടുക്കുവാനും ഉണ്ടായ സാഹചര്യം ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. ഞാനൊരു പ്രവാസിയായിരുന്നു. 2000-ലാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്, ആ കോവിഡിൻ്റെ മൂർധന്യത്തിൽ. ഈ അവസരത്തിൽ ക്വാറൻറ്റൈൻ പോയ സമയത്ത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ടുകളും വിഷമസന്ധികളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു ആ ദിവസങ്ങളിൽ. ഇനി എങ്ങനെ ഈ ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ബ്രദർ ഒരു സിം കാർഡ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. അതിനകത്ത് ഈ കൃപാസനത്തിൽ നടക്കുന്ന ആരാധനകളും പ്രാർത്ഥനകളും മാത്രമാണ് ഉണ്ടായിരുന്നത്, ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം. ഞാനാണെങ്കിൽ ഇതിക്ക് മുൻപ് കേട്ടിട്ടുണ്ട്, എന്നാൽ കൂടുതൽ ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെപ്പറ്റി. കാരണം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ, ഡിവൈനിലുണ്ട്, ജെറുസലേം, അങ്ങനെ. ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ച് പോയിട്ടുള്ളത്. പക്ഷേ ഈ സിം കിട്ടി അവിടെ 14 ദിവസം അങ്ങനെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ആ റൂമിൽ തന്നെ ആയിരിക്കുന്ന സമയത്ത് ഇത് മുഴുവനും കാണുവാനും അമ്മയെപ്പറ്റി കൂടുതൽ അടുത്തറിയുവാനും ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സാധിച്ചു. വളരെയധികം സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആ ദിവസങ്ങളെല്ലാം തള്ളി നീക്കി. ഈ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ പുണ്യഭൂമിയിൽ ഒരു ദിവസം വരണമെന്ന്. അതിന് വീട്ടിൽ വന്നപ്പോൾ തുടങ്ങി അതിനുവേണ്ടി പരിശ്രമിച്ചു. 3 കൊല്ലമായിട്ടും എനിക്ക് ഇങ്ങോട്ടേക്ക് വരുവാൻ സാധിച്ചില്ല. ഓരോ തടസ്സങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ടായി. എനിക്ക് ആ കാര്യം നടത്തിയേ പറ്റുള്ളൂ. 10 രൂപ പോലും എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യും, 10 രൂപ പോലും ഇല്ലല്ലോ. അപ്പോൾ അവൾ പറഞ്ഞത്, ദൈവം ഒരു വഴി കാണിച്ചു തരും. ഞാൻ ചോദിച്ചു, നിനക്ക് ഉറപ്പാണോ? അവൾ പറഞ്ഞു, ഉറപ്പ് തന്നെയാണ്. പിന്നെ എന്താ, ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ്? അമ്മയോട് കൂടി ഒന്ന് പറയണമെന്ന്. അപ്പോൾ അമ്മയെ മുന്നേ തുടങ്ങി മുറുകെ പിടിച്ച് അമ്മയാണ് കുടുംബം നയിക്കുക, അമ്മയാണ് ഞങ്ങൾക്ക് സർവസ്വമായിട്ടുള്ളത് മുന്നേ തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയോട് അന്ന് പറയാൻ പോയില്ല. ഞാൻ പിറ്റേ ദിവസം ഒരു കുറച്ച് പൈസ അന്വേഷിച്ച് എൻ്റെ അടുത്ത 2 കൂട്ടുകാരന്മാരുണ്ട്, എന്ത് സഹായത്തിനും പോകുന്ന അവരാണ്, സാമ്പത്തിക ശേഷിയുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. അവരുടെ അടുക്കൽ ഞാൻ പോയി വിവരം പറഞ്ഞു. 2 പേരും വളരെ ഈസിയായിട്ട് കൈമലർത്തി അത് നിഷേധിക്കാൻ പൈസ തന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് അതിൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നി അമ്മ തന്നെയായിരിക്കും അതിനകത്ത് ഇടപെട്ടേക്കണം. ഞാനങ്ങനെ വിഷമിച്ച് വീട്ടിൽ ചെന്നു. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നാളെ കൃപാസനം പോവാം. പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിലെത്തി. ഇവിടെ വന്ന് ഉടമ്പടി ആ സമയങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും ഒരു ആഹ്ലാദവും അലതല്ലിയിരുന്നു. നല്ല സമാധാനവും സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നു. വൈകുന്നേരം 10 വീട്ടിൽ ചെന്നപ്പോൾ അവൾ പ്രാർത്ഥന എത്തിച്ചിട്ട് തിരി അണച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്നതിന് ശേഷം തിരി അണച്ചേ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഉടമ്പടി ചെയ്തിട്ട് അതിനുള്ള പരിപാടികൾ അതിനുള്ള തുടക്കമായി എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ഒഴിക്കണം.
ഇവിടെ നമ്മൾ ഉടമ്പടിയും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഇവിടെ നിയോഗങ്ങളും എഴുതി വെച്ചിട്ട് വെറുതെ നടന്നുകൊണ്ട് കാര്യമില്ല. എണ്ണ ഒഴിച്ചാൽ വിളക്ക് കത്തുന്ന പോലെ അതിനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ ചെയ്യണം. ഈ പറഞ്ഞ പോലെ എൻ്റെ എളിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ നന്മ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് യേശുനാഥൻ്റെ വാക്കുകളുണ്ട്. അത് നമ്മളെ അനുദിനവും ഓർമ്മിപ്പിക്കുന്നതാണ്. അവിടെ നിന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ അച്ഛൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എപ്പോഴും നിർബന്ധം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ രോഗികളെ കാണണം, ശുശ്രൂഷിക്കണം, സഹായം ചെയ്യണം. ഇത് മാത്രമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഇടവക പള്ളിയിലും വികാരിയച്ഛൻ കുർബാനയ്ക്ക് മുൻപ് 2-3 മിനിറ്റ് ആ പറയുന്ന സുവിശേഷത്തെ പറ്റി വിചിന്തനം ചെയ്തുകൊണ്ട് പറയും, നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന് മുൻപേ സമർപ്പിച്ചിട്ട് നമുക്ക് ബലിയർപ്പണം അർപ്പിക്കാമെന്ന്. ഇവിടെയും പറയുന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഉടമ്പടി നിറവേറ്റാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അവിടുന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള നന്മ പ്രവൃത്തികൾ നമ്മൾ ചെയ്താലാണ് അച്ഛൻ പറയുന്ന പോലെ അത് ആളി കത്തുകയുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പം സാധിക്കുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അങ്ങനെ 3-ാമത്തെ ദിവസം എൻ്റെ മുന്നിൽ ഒരാൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് വെറുതെ ഒരു മിന്നായം പോലെ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ. ഞാൻ വേഗം ഫോൺ എടുത്ത് ആളെ വിളിച്ചു. പൈസയുടെ കാര്യം തന്നെ ഞാൻ ഉണർത്തിച്ച ആളെടുത്ത്, ചേട്ടാ എനിക്കിങ്ങനെ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എന്ത് ചെയ്യാമെന്ന് സഹായിക്കാൻ പറ്റുമോ? എത്ര പൈസ വേണം ചേട്ടാ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ പറഞ്ഞൊരു 3 ലക്ഷം രൂപ. അപ്പോൾ തന്നെ ഞാൻ വേറൊരു കൂട്ടുകാരനെ, അപ്പോൾ മുന്നിൽ കണ്ട കൂട്ടുകാരനെ, തോന്നിയ കൂട്ടുകാരനെ വിളിച്ചു. എത്ര പൈസ വേണം പൗലോസേ? ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ. കൂടുതൽ പൈസ ചോദിക്കാൻ എനിക്ക് പേടിയാണ്, ഒരു 7-8 ലക്ഷം രൂപ വേണം. അപ്പോൾ പറഞ്ഞു അടുത്ത ദിവസം ഒന്ന് വാങ്ങിക്കോ. ആ ഫോൺ വെച്ചപ്പോൾ തന്നെ ഒരു ഫോൺ കോൾ വരികയാണ് ഉണ്ടായത് ബാങ്കിൽ നിന്ന്. ഒരു ലോൺ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച ഉണ്ടായിരുന്നില്ല, അത് 2-3 മാസം പിടിക്കുന്ന പറഞ്ഞിരുന്നത്. അതിൽ 1-2 ഡോക്യുമെൻറ്റ്സിന് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് റോസിലി പോലീസിന് ഇവിടെ അല്ലേ? എൻ്റെ വൈഫാണ് റോസിലി. ഞാൻ പറഞ്ഞു അതെ. അപ്പം ബാങ്കിൽ ലോൺ അപേക്ഷിച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് 1-2 ഡോക്യുമെൻറ്റ്സിന് വെക്കാനുണ്ട്, അത് വെച്ചിട്ട് ഇന്ന് തന്നെ പൈസ എടുത്തോളാൻ. ഉടമ്പടി എടുത്തതിൻ്റെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ നടന്ന സംഭവമാണത്. അപ്പോൾ പൈസ എത്രയായി? 8 ലക്ഷം രൂപയുടെ കാര്യം നടന്നു അപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് വെക്കാനായിട്ട് ഞാൻ ആ ഒരു വളിപ്പിൽ കുറേ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു പാട്ടക്കരാർ തരണം. പാട്ടക്കരാർ മുന്നേ വെള്ള പേപ്പറിൽ എഴുതി തന്നിരുന്നു. അത് ബാങ്കിൽ കൊണ്ടുവച്ചാൽ അവരിത് എടുക്കില്ല, മുദ്രപത്രത്തിൽ എഴുതി കൊണ്ടുവരണം. അത് ആ മനുഷ്യനോട് പറഞ്ഞിട്ട് ആൾ കേട്ടില്ല. ഞാൻ എഴുതി തന്നിട്ടുണ്ട്, അത് മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതി തരാൻ ആൾ കൂട്ടാക്കിയില്ല. ഞാനങ്ങനെ ബാങ്ക് പറഞ്ഞതനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് മകനെ പറഞ്ഞയച്ചു. പേപ്പർ കൊണ്ട് ഞാൻ വേഗം ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ബാങ്കിൽ കൊണ്ടുകൊടുത്തു. ആ പൈസ അന്ന് തന്നെ സാങ്ഷനായി. അപ്പോൾ ഒരു കാര്യം ഉടനടി മറുപടി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാര്യം അത്ഭുതകരമായിട്ട് നടന്നു. പിന്നീട് ഉണ്ടായത് ഒരു 7-8 വർഷമായിട്ടുണ്ട്. എൻ്റെ അവിടെ പള്ളിയിൽ ഞാൻ കുവൈറ്റിലായിരുന്നു പറഞ്ഞല്ലോ, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ എൻ്റെ മുട്ടുകാലിന് മുകളിലേക്ക് ഭയങ്കര തരിപ്പും മരവിപ്പാണ്. ഒരു രക്ഷയുമില്ല. പിന്നെ മണിക്കൂറുകൾ അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിശ്വാസ പ്രമാണം എത്തിച്ചിട്ട് തൈലം പൂശുക, തൈലം എടുത്ത് പുരട്ടും. എന്ത് രോഗത്തിനും വൈഫായാലും ഞാനായാലും ഈ മരുന്നിനേക്കാൾ ഉപരി തൈലമാണ് ഉപയോഗിക്കുന്നത്. അത് മറുപടി കിട്ടുകയും ചെയ്യും. ആ തൈലം പുരട്ടി ഒരു സുപ്രഭാതത്തിൽ ആ മരവിപ്പും തരിപ്പും മാറിയെന്ന് 2-3 മാസമായിട്ട് യാതൊരു പ്രശ്നമില്ല. അത് അപ്പാടെ പമ്പ കിടന്നു, തൈലം പൂശുന്നതിൻ്റെ പേരിലാണ്. പിന്നെ അങ്ങനെ നിരവധി അനുഗ്രഹങ്ങളുണ്ട്. ഞാനും വൈഫും കൂടി വൈഫിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത് വരുമ്പോൾ വൈകുന്നേരം 8 മണിയായിരുന്നു. അപ്പോൾ ഒരു സർവീസ് റോഡിൽ കൂടി വരിക. സർവീസ് റോഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ് ഹൈവേയിലേക്ക് കയറുന്നുണ്ട്. ഞങ്ങൾ ആ ഹൈവേയിലേക്ക് കയറുന്ന ഭാഗം വിട്ട് ആ പോർഷൻ വിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഈ ബസ് തിരിഞ്ഞ് വന്ന് എൻ്റെ സ്കൂട്ടറിനെ പതുക്കെ തട്ടിയുള്ളൂ. തട്ടി വഴി വൈഫ് തെറിച്ച് വീണത് ഹൈവേയുടെ സൈഡിലേക്കാണ്. എനിക്കിപ്പോഴും ഓർക്കാൻ പറ്റാത്ത സംഭവമാണ്. കാരണം സദാസമയം വണ്ടികൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, ചാലക്കുടിക്ക് അടുത്ത് തന്നെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സെക്കൻഡുകളിൽ ഒരു വണ്ടിയും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വേഗം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് വൈഫിനെ എടുത്തു, എന്നെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നമില്ലാതെ അങ്ങനെ വളരെയധികം മാറിപ്പോയി. പിന്നെ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഞാനൊരു ഈ 2 മാസം മുൻപുണ്ടായ സംഭവം, ഞാൻ ഉച്ചയ്ക്ക് പാടത്ത് പണിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ വൈഫ് കറി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഇത് ശരിയാവട്ടെ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഹാളിൽ പോയി ഫാനിട്ട് അവിടെ കിടന്നു. പതിപോലെ മൊബൈലെടുത്ത് ഇങ്ങനെ തോണ്ടാൻ തുടങ്ങി. പെട്ടെന്ന് മൊബൈൽ അവിടെ നിന്നത് സിക്കുമുൽ മരത്തിൽ സക്കേബൂസ് കയറിയിരുന്നപ്പോൾ തമ്പുരാൻ അവിടെ വന്നപ്പോൾ സക്കേബൂസിനെ കണ്ടപ്പോൾ അവിടെ നിന്ന പോലെ ആ മൊബൈൽ അവിടെ നിന്ന ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ലൈവായിട്ട് നടക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമായിരുന്നു ആ മൊബൈൽ ആ നിന്ന സംഭവം. ഞാനങ്ങനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അതിൽ മുഴുകി എങ്ങനെ 5 മിനിറ്റ് നേരം ധ്യാനിച്ച് അങ്ങനെ അതിൽ കൂടി ആരാധനയിൽ കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു സഹോദരൻ്റെ മുട്ടിന് മുകളിൽ തുടയിൽ ഒരു 50 പൈസ പട്ടത്തിൽ ഒരു കുരു ഉണ്ടായിട്ടുണ്ട്, അത് പഴുത്ത് വ്രണമായിട്ടുണ്ട്, അത് പൊട്ടുന്നില്ല, വളരെയധികം മാനസിക വേദന അനുഭവിക്കുകയാണ് എന്ന് അച്ഛൻ പറയുകയുണ്ടായി. ആ സഹോദരനെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ അവിടെ കിടന്ന് ഉരുണ്ടു. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ വേഗം അടുക്കളയിൽ പോയി വൈഫിനെ വിളിച്ചു വന്ന് കൈ കഷത്തിൽ വെച്ച് ഞാൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എവിടേക്കാണ്, എന്താണ് കാര്യം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ. ഞാൻ പോയി ബെഡ്റൂമിൽ പോയി ആ ബെഡ്റൂമിൽ കിടന്നു. അവൾ തലേ ദിവസം വൈകുന്നേരം കൂടി അവൾ തൈലം പുരട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, അത് നോക്കി എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുരു അവിടെ ഉണ്ടോ നോക്കി, എന്താ സംഭവം.
അവൾ പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും. ഞാൻ അവൾ നോക്കിയപ്പോൾ പിച്ച് നോക്കി തടവി നോക്കി, ആ കുരു അവിടെ ഒന്നുമില്ല. അന്ന് തന്നെ അപ്രത്യക്ഷമായതാ, അവൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുക്കാൻ തരുന്ന സമയം, അതിനുള്ളിൽ അച്ഛൻ അവൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതെന്ന് കാണിച്ചു തന്നത്. അങ്ങനെ രൂപത്തിന് മുൻമുട്ട് കുത്തി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ഞങ്ങൾ പിരിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം അങ്ങനെ തുടർന്ന് കുടുംബങ്ങളിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ. ഞാൻ പണ്ടേ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു കേട്ടോ, അതും കൂടിയും പറയാനുണ്ട് മാതാവിൻ്റെ അടുക്കൽ. പക്ഷേ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടു നിൽക്കുകയായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും സദാസമയവും മാതാവിൻ്റെ പരിരക്ഷണമുണ്ട്. അവരെ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല, എനിക്കൊരു സംശയമില്ല, എനിക്കും ഒരു സംശയം തന്നെയില്ല. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചെയ്ത മാതാവിന് തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം ഞാനൊരു ദിവസം പള്ളിയിൽ കുർബാന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും സന്തോഷത്തോടുകൂടി വാങ്ങുന്നുണ്ടെങ്കിലും അത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പിന്നെ മുതലേ ഞാൻ കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം വീടുകൾ കയറിയിറങ്ങി എല്ലാ വീട്ടിലും കൊടുത്തിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു തീർന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ പരിസരങ്ങളിൽ വീണ് കയ്യും കാലം കൊടിഞ്ഞിട്ട് പണിക്ക് പോകാൻ പറ്റാത്ത സാധുവായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെ പോയി കാണുകയും പറ്റാവുന്ന വിധത്തിൽ സാമ്പത്തിക സഹായം അവർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരായിട്ട് സംസാരിക്കുകയും കുറേ സമയം അവിടെ ചിലവഴിക്കും. വീട്ടിലെ ചുറ്റുവട്ടങ്ങളിലുള്ള വയസ്സായിട്ടുള്ള മാതാപിതാക്കൾ ഒത്തിരി പേര് തന്നെ കുടുംബത്തിൽ ആരുമില്ലാതെ അല്ലെങ്കിൽ ഒരാളും രണ്ടാളും വേണ്ടി ഇരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എനിക്ക് ഈ പ്രായം ചെന്ന മാതാപിതാക്കന്മാരുടെ അടുക്കൽ പോയിരുന്ന് വർത്തമാനം പറയാൻ വളരെ സംഭവമാണ്. അങ്ങനെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുകയും വളരെയധികം സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ കരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് ഷാനി സുനീർ. ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ. ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം 10-ാം തീയതി 2024 അതിനുശേഷം ജപമാല റാലി കൂടിയതിന് ശേഷമാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് 2 വർഷത്തിലധികമായി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു. രാവിലെ ടാബ്ലറ്റ് എടുക്കണം, വെറും വയറ്റിൽ അത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുടി കൊഴിച്ചിലുണ്ടാകും, ആത്മഹത്യാ പ്രവണത ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രോഗമാണത്. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു തമിഴ് അപ്പാപ്പൻ പറഞ്ഞു, എനിക്ക് നാവിൽ വ്രണം ഉണ്ടായിരുന്നു, അത് മാതാവ് ഒരു സിസ്റ്ററുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് തുടച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തുകൊണ്ട് മാതാവിന് ഈ രോഗം മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നതാണ്, ആഴ്ചയിൽ ഒരു ദിവസം വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിത്യാരാധനയുടെ മുൻപിലുള്ള ആ വിളക്കിൽ നിന്ന് വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ തൊണ്ടയിൽ പുരട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ഞാൻ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, മാതാവേ ഈ ഗുളിക കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്, ഇതെനിക്ക് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് ഞാൻ മെഡിസിൻ കഴിച്ച് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 2 മാസം മുൻപേ ഞാൻ മെഡിസിൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും അത് എല്ലാം ദ്രവിച്ചിരിക്കുന്നു. പുതിയ ടാബ്ലറ്റ് ബോട്ടിൽ വാങ്ങിയതാണ്, അത് ദ്രവിച്ചിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി അത് കഴിക്കണ്ട, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു, ടെസ്റ്റ് ചെയ്തു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. 2 വർഷത്തിന് മുൻപ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും, അങ്ങനെ ഒരു അസുഖമാണെന്നാണ്. ഇപ്പം ഞാൻ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. മാതാവ് എനിക്ക് രോഗസൗഖ്യം തന്നതിന് മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് 4 മാസം മുൻപ് മുഖം 2 സൈഡും നിറയെ കുരുക്കൾ വന്ന് പഴുത്ത വ്രണമായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് 2 മാസമായിട്ട് ഞാൻ 2 ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു, മെഡിസിൻ എടുത്തു. 2 മാസമായിട്ട് ഒരെണ്ണം പോലും കുറയുന്നില്ല. പഴുത്ത വ്രണമായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ട് ഇതൊന്ന് കാണിച്ചാൽ എനിക്ക് ആശ്വാസമായിരിക്കും എന്ന് മാതാവ് പറഞ്ഞതുപോലെ ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയുടെ 2 സൈഡിലും സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ കുരുക്കൾ കുറയാൻ തുടങ്ങി. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ അച്ഛനെ ഞാൻ കണ്ടിട്ട്. എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ല.
മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഉണ്ടായത്, എൻ്റെ മാതാപിതാക്കൾ 8 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് സഹായം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വെച്ചിരുന്നത്, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണം മാതാവേ, എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല, അത് ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണ്, മാതാവ് അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ 3 മാസമായി എൻ്റെ വീട്ടുകാർ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മാവൻ ഒരു വീട് വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എനിക്ക് ഉടമ്പടി ജീവിതം തുടങ്ങിയ അന്ന് മുതൽ സ്വപ്നദർശനമുണ്ട്. ഞാനത് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു. ഇപ്പം എനിക്ക് ദിവസവും എനിക്ക് ഈശോയും മാതാവും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ, തിരുഹൃദയ തിരുനാളിൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് ഞാൻ കൃപാസനത്തിൽ നിൽക്കുന്നതായിട്ട്, ഈ അൾത്താരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അൾത്താരയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഈ മാതാവ് ഇവിടെ നിൽക്കുന്നു, എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം ഇടിക്കുന്നത് എനിക്ക് അവിടെ നിന്നുകൊണ്ട് കേൾക്കാം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെന്ന് വിളിച്ചപ്പോൾ അച്ഛൻ വേഗം വന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ ഈശോയുടെ കാലിൽ നിന്ന് മുട്ടിന് താഴെ ആ രക്തം ഒഴുകുന്നത് ഞാൻ കണ്ടു. അച്ഛൻ വേഗം ചെന്ന് ഈശോയെയും കെട്ടിപ്പിടിച്ചു. അത് സ്വപ്നദർശനത്തിൽ എനിക്ക് കിട്ടി. അത് വിമല ഹൃദയ തിരുനാളിൻ്റെ ദിവസമായിരുന്നു. പിന്നീട് ഒരു ദിവസം കണ്ട സ്വപ്നം, ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നെ വിളിച്ചിട്ട്, നീ ഇങ്ങോട്ട് വരും, എൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട് മുട്ടിന് താഴെ, അതൊന്ന് തുടച്ച് തരുമോ എന്ന് പറഞ്ഞു. ഞാൻ വേഗം ബോക്സ് എടുത്ത് അതിൽ നിന്ന് പഞ്ഞിയെടുത്ത് അച്ഛൻ്റെ മുട്ടിൻ്റെ താഴെ തുടച്ചു കൊടുത്തു. അപ്പോൾ അച്ഛനൊരു കൊന്ത തരുമോ ചോദിച്ചു. ഞാൻ കൃപാസനത്തിൽ നിന്ന് വാങ്ങിയ എൻ്റെ കൊന്ത അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ അതുമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് തിരുരക്ത സംരക്ഷണ ദിവസമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാനാശ്ശേരി പള്ളിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത് വൈകിട്ട്. അവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും, ഞാനൊരു മുസ്ലിമാണ്, എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കുർബാനയും സ്വീകരിക്കണേ ഈശോയെ, എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അവർ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് മെയ് 22 ആയിരുന്നു. ഞാൻ വെളുപ്പിന് 3 മണിക്ക് സ്വപ്നം കാണുവാണ്. ഞാൻ ആ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ കുർബാന നടത്തുന്ന അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴേക്കും അരളിക്കയുടെ നടുക്കുള്ള തിരുവോസ്തിലേക്ക് എന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഈശോയുടെ ക്രൂശിത രൂപം ഞാൻ അതിൽ കണ്ടു, ജീവനോടെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ഈശോ സ്വീകരിച്ചു എന്ന്. അങ്ങനെ ഒരുപാട് സ്വപ്ന ദർശനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ മാതാവിനോട് ഈശോയോട് നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത്. തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ഈശോ സ്വപ്നത്തിൽ വന്നിട്ട്, ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിൻ്റെ കുടുംബത്തിന് കരുതി വെച്ചിട്ടുണ്ട്, നീ എൻ്റെ ഒരു തിരുഹൃദയ രൂപം നിൻ്റെ വീട്ടിൽ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു രൂപം വാങ്ങി വെച്ചു. അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പുള്ളി ഒരു ബസ് ഡ്രൈവറാണ്. അപ്പോൾ എനിക്കും ജോലിയുണ്ട്. ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ബസ്സിൽ രാവിലെ പോകും, രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ പത്രം കൊണ്ടുപോകുമ്പോൾ ചില സ്റ്റോപ്പുകളിൽ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും ചായ കുടിക്കാനായിട്ട് പുള്ളിക്ക്. അപ്പോൾ ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെയുള്ള ആളുകൾക്ക് പത്രം വിതരണം ചെയ്ത് മാതാവിൻ്റെ എൻ്റെ അനുഗ്രഹങ്ങളും ഞാൻ വാദോരാതെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് പത്രം കൊടുക്കുന്നത്. പിന്നെ അടുത്ത ബ്രേക്കിലെത്തുമ്പോൾ ആ സ്റ്റോപ്പിലാണ് പിന്നെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പത്രവിതരണം ചെയ്യുന്നത്. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്. പള്ളുരുത്തിയിലുള്ള കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ 50 മെമ്പേഴ്സ് ഉണ്ട്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആണ്. അവർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ 5 കുടുംബങ്ങളുണ്ട്. 5 കുടുംബങ്ങൾ ചേർന്ന്, ഞാനും ചേർത്ത് 5 കുടുംബം, ആ ചേച്ചിമാരും ഞാനും കൂടി ചേർന്ന് വിറകടുപ്പിൽ നമ്മൾ ചോറും 3 തരം കറിയും പാചകം ചെയ്ത് അത് ഓട്ടോ പിടിച്ച് കൊണ്ടുപോയി അവർക്ക് വിളമ്പി വാരി കൊടുത്ത് അതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. എല്ലാ വ്യാഴാഴ്ചയിലും ചെയ്യാറുണ്ട്. പിന്നെ
ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ മാസത്തിൽ ഒരു തവണ ക്യാൻസർ വാർഡിൽ പോകും. അവിടെ ചെന്നിട്ട് ബൈസ്റ്റാൻഡർ ഇല്ലാത്ത രോഗികളെ അന്വേഷിച്ച് അവർക്ക് ആവശ്യമായ മെഡിസിൻ വാങ്ങിക്കൊടുക്കും. ഇത് ഞങ്ങൾ 5 പേരും കൂടെ ചേർന്ന് ആണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ്, അന്ന് വെളുപ്പിന് പോകാൻ നിന്ന് അന്ന് വെളുപ്പിനാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഈശോ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തൊണ്ടയുടെ ഇവിടെ നിന്ന് താഴേക്ക് തടവി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തൈറോയിഡ് മാറിയതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾ വീട് വാങ്ങിയപ്പോൾ ഞാൻ ആ ഉപ്പ് കൊടുത്തിട്ട് അവിടെ എല്ലാം വിതറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ തൈറോയിഡ് മാറിയത് ഈ നിത്യാരാധനയിൽ ആ എണ്ണ എടുത്ത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുമ്പോൾ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ്. അത് ഞാൻ ആ സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, എല്ലാ ചൊവ്വാഴ്ചയും. എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ആ ടോക്കിലൂടെയാണ്. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ച അത് കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ലൈവിൽ തന്നെ 5 നിയോഗങ്ങൾ, എൻ്റെ 5 ആവശ്യങ്ങൾ എനിക്ക് അപ്പോൾ ആ ആഴ്ചയിൽ വേണ്ട 5 ആവശ്യങ്ങൾ ഞാൻ മാതാവിന് സമർപ്പിക്കാറുണ്ട്. പിറ്റത്തെ ആഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തരാറുണ്ട് മാതാവ്. ഞാനതെല്ലാവരോടും പറയാറുമുണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന് ഒരു തവണ ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ബൈക്ക് വന്ന് ബസ്സിൽ മുട്ടിയായിരുന്നു. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 1 മണിക്കൂറിനകം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. വീഡിയോ ക്യാമറ നോക്കിയപ്പോൾ അത് ആ പെൺകുട്ടി പേടിച്ചിട്ട് ചരിഞ്ഞതാണെന്നുള്ളത് മാതാവ് എനിക്ക് ആ വഴിയിലേക്കാക്കി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാനും ഇതിൽ തുടരാനുമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് തോമസ് ഫിഷാൽ. ഇതെൻ്റെ അമ്മ പൗളീന ഡൊമിനിക്. ഇതെൻ്റെ ഇളയ മകൾ ജാസ്ലിൻ മരിയ. ഞാൻ കൊച്ചി രൂപത കാട്ടിപ്പറമ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ആദ്യം എനിക്ക് തന്ന നന്മകൾക്കായി ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിസമ്മയ്ക്ക് തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിന്നിവിടെ നിൽക്കുന്നത് എൻ്റെ കരിയറിലുണ്ടായ ഒരു ഷിഫ്റ്റും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ തകർച്ചയുടെയും ഭാഗമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 23-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാനൊരു വലിയ ഫിനാൻഷ്യൽ ബാധ്യതയിലേക്ക് പോവുകയുണ്ടായി. ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് മൂലം ഒരു റോങ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പോയി അതിൻ്റെ ചതിക്കുഴിയിൽ വീണു. ഞാൻ ഒരുപാട് തകർന്നു പോയി. എൻ്റെ സമ്പാദ്യമെല്ലാം പോയി. ഞാനൊരു IT പ്രൊഫഷണലായിരുന്നു. ഈ സംഭവം നടക്കുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കമ്പനിക്ക് ഒരുപാട് പ്രൊജക്റ്റ് ലോസ് സംഭവിക്കുക. അവർ ഒരു വലിയ കമ്പനി ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് വേറെ ജോലി ഞാൻ നോക്കാൻ തുടങ്ങി. ഒന്നും ലഭിക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ സമയമൊന്നും മാതാവിനോടുള്ള ഒരു പ്രാർത്ഥന മുടക്കുകയോ പിതാവായ ദൈവത്തിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഉദ്ബോധിപ്പിച്ചിട്ടുള്ള ഒരു ബൈബിളിലെ പുസ്തകം എന്ന് പറയുന്നത് ജോബിൻ്റെ പുസ്തകവും രണ്ടാമത്തത് തോബീത്തിൻ്റെ പുസ്തകവുമായിരുന്നു. ഇതെപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന 2 പുസ്തകങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ കരുതി ഇനി എൻ്റെ കരിയറിൽ പുതിയൊരു ഈ പ്രൊഫഷൻ്റെ സെയിം പ്രൊഫഷനിലേക്ക് ഇനിയൊരു ജോലി ലഭിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. വീട്ടിൽ മദറൊക്കെ പറഞ്ഞു വേറെ എന്തെങ്കിലും നോക്കാം. ശരി, ഞാനവർ പറഞ്ഞു മാതാവിൻ്റെ ആഗ്രഹമാണ്, പിതാവിൻ്റെ ഹിതമനുസരിച്ചിട്ട് എന്താണോ എനിക്കിനി ലഭിക്കുന്നത് അതിലേക്ക് പോകാം എന്നുള്ളൊരു വലിയ ഇതിലേക്ക് ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. ഞാനതങ്ങനെ
പതുക്കെ വിട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്ത എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയാണ്, അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ വേറെ എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇതിനിടയ്ക്ക് കാനഡ ഒരു PR ആപ്ലിക്കേഷൻസ് കൊടുത്തിരുന്നെങ്കിലും ഫൈനൽ സ്റ്റേജിൽ ഇതേ സമയത്ത് തന്നെ അതും റിജക്റ്റായിപ്പോയി. പിന്നെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് നോക്കാമെന്ന് വിചാരിച്ചാൽ അത് കൊടുക്കുക, അതിനൊരു റിപ്ലൈ ഇല്ല. അതും അങ്ങനെ ഒന്നും ഒരു റിപ്ലൈയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഞാൻ എൻ്റെ ഈ സമയത്ത് ബ്രദർ ഇൻ ലോയുടെ ഒരു ഓർഗനൈസേഷനിൽ ഞാനവിടെ എൻ്റെ പ്രൊഫഷനല്ല, അത് അക്കൗണ്ട്സാണ്. അവിടെ ചെറിയൊരു ജോലിയായിട്ട് എനിക്ക് അവിടെ തരപ്പെടുത്തി തന്നു. അങ്ങനെ ഞാനതുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതിവിടെ ആയിരുന്നില്ല, കോഴിക്കോടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു 6 മാസത്തോളമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ എൻ്റെ നിരവധിയായ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം പതുക്കെ മറന്ന് എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത അതിൻ്റെ കാര്യത്തിൽ. അതിൽ ഞാൻ അവരോട് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സമയത്താണ് എനിക്കൊരു ബോധമുണ്ടായിരുന്നു. ഞാൻ ജപമാല ചൊല്ലുമ്പോൾ സാധാരണ പ്രത്യേകിച്ചൊന്നും നിയോഗങ്ങളൊന്നും വെക്കുകയില്ല. ചുമ്മാ ജപമാല നന്മ പറഞ്ഞവരെയും ചൊല്ലുക, രഹസ്യങ്ങളൊക്കെ എല്ലാം ചൊല്ലുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2-3 ആഴ്ച മുമ്പാണ് എനിക്ക് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ പോലെ തോന്നി തുടങ്ങിയത്, നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നിയോഗം പ്രധാനമായിട്ടും വെക്കാനായിട്ട് എനിക്ക് തോന്നിപ്പിച്ചിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളി യുക്രിസ്റ്റിനെ പറ്റിയുള്ള നിയോഗമായിരുന്നു. അത് യുക്രിസ്റ്റിൻ്റെ ആ ഒരു വലിയ മഹത്വം അത് നിഷേധിക്കുന്ന പലരിലേക്കും വെളിപ്പെടുത്തി കിട്ടണം. അതോടൊപ്പം മാതാവിനെ നിഷേധിക്കുന്ന പലരിലേക്കും അത് വെളിപ്പെട്ട് കിട്ടണം എന്നുള്ളൊരു വലിയ നിയോഗമായിരുന്നു. ഞാൻ എൻ്റെ ഒരു രഹസ്യത്തിൽ എപ്പോഴും അത് വെച്ചിരുന്നത്. ഈ 2-3 ആഴ്ച ഇത് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്, അവരുടെ ഇൻഹോസ് ടീമിലേക്കാണ്. നമ്മുടെ എൻ്റെ അതേ പ്രൊഫൈലാണ്, വെബ് ഡെവലപ്പറാണ്. അപ്പോൾ അതേ പ്രൊഫൈലിലേക്കാണ്. ഇത് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. ജസ്റ്റ് അവനെല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഓൾറെഡി അതിനെപ്പറ്റി ഡിസ്കഷനൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാനുമായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് ഈ ജോബ് കൺഫർമേഷൻ വരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത 23 എന്ന് പറയുന്ന ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് ഈ മാസം ഈ ഒരു കൺഫർമേഷനിലേക്ക് എനിക്ക് വരുന്നത്. അപ്പോൾ നാളെ എനിക്ക് ആ ജോലിയിലേക്ക് ഞാൻ കയറാനായിട്ട് എനിക്ക് അതിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം അവർ അയച്ചു തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് ആകപ്പാടെ ഈ മാതാവിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഏക അടയാളം എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ് മാത്രമാണ്. 23 എന്ന് പറയുന്ന ഒരു ഡേറ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടയാളം. ഈ കാലഘട്ടത്തിന് ഈ ഉടമ്പടി എടുത്ത് ഇത്രയും നാൾ വരെ എനിക്ക് പ്രത്യേകിച്ച് വേറെ അടയാളങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആകെ പ്രാർത്ഥിച്ചിരുന്നത് പിതാവിൻ്റെ ഹിതം എന്താണോ അതനുസരിച്ചിട്ട് എനിക്ക് തന്നാൽ മതി. എനിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല, ഇന്ന ഡേറ്റിന് കിട്ടണമെന്നുമില്ല. ഒരു ഡേറ്റോ പറഞ്ഞിട്ടില്ല, ഇന്ന സംഭവം ഇന്ന ഇത് തന്നെ എനിക്ക് വേണമെന്നില്ല. നിനക്ക് എന്താണോ ഇഷ്ടം, നിനക്ക് എന്താണോ എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നത് അതെല്ലാം നിൻ്റെ ഹിതം പോലെ അത് ചെയ്തോട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിരുന്നിട്ടുള്ളൂ. ഈ 2 വലിയ സാക്ഷ്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ പറയാനായിട്ടുണ്ടായിരുന്നത്. കൂടാതെ എൻ്റെ മോൾക്ക് പണ്ട് ഞാനൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2018 ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അന്ന് ഒരു ജോലി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പതുക്കെ ഉടമ്പടിയിൽ നിന്ന് ഒന്ന് തെന്നി മാറി, കുറച്ച് അഹങ്കാരം കൂടി. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് എൻ്റെ മോൾക്ക് ഒരു ചെറിയ ഇങ്ങനെ അലർജിക്ക് വരുമായിരുന്നു. ഞാനത് അവളുടെ കാലിൽ മാതാവിൻ്റെ തൈലം പുരട്ടി അത് പിന്നീട് അത് മാറുകയാണ് ഉണ്ടായത്. അതൊരു വലിയ സാക്ഷ്യമായിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് യൂട്യൂബൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ അപ്ലോഡൊന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല.
ഈ സമയത്ത് ഞാനത് ഒന്നും കൂടി ഓർത്ത് ഞാനത് പറയുകയാണ്. എനിക്ക് എൻ്റെ ഇവിടെ ആൾത്താരയിൽ കയറിയെന്ന് അങ്ങനെ ഒരു സാക്ഷ്യം പറയണമെന്നുള്ള ഒരു ആഗ്രഹം പണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ കിടന്നിരുന്നു. അന്നത് സാധിച്ചില്ല. പക്ഷേ ഇന്ന് മാതാവ് അതിന് ഒരു വഴികരിക്കിയിരിക്കുന്നതായിട്ട് മാതാവിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രം ഞാൻ കൊടുക്കാറുണ്ട്. ക്രൈസ്തവ മേഖലയിലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊടുത്തിരുന്നു. എനിക്ക് ആയിക്കോട്ടെ, ഞാൻ ഒറ്റയടിക്ക് പത്രം കൊടുത്ത് തീർക്കാറില്ല. പകുതി ചിലത് പള്ളിയിൽ കൊടുക്കും, കുറച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് കൊടുക്കും. ബസ് സ്റ്റോപ്പിലല്ല, പള്ളിയുടെ ഫ്രണ്ടിൽ പുറത്ത് യാത്രക്കാർ പോകുന്ന സ്ഥലത്തൊക്കെ ആയിരിക്കും നിന്ന് കൊടുക്കുന്നത്. കൂടാതെ കാരുണ്യപ്രവൃത്തികളായിട്ട് പൊതിച്ചോറ് വഴിയിലൊക്കെ കൊടുക്കാറുണ്ട്. വഴിയിലല്ല, ഞങ്ങളുടെ ആ ഭാഗത്തായിട്ട് 2-3 അപ്പന്മാരുണ്ട്. അപ്പോൾ പറ്റാവുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രെഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് ആ സമയത്ത് ചിലപ്പോൾ രാത്രി കാലങ്ങളൊക്കെ ആയിരിക്കും, ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇത് ആരെങ്കിലും കാണുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ മേടിച്ച് കൊടുത്ത് പറ്റുന്ന രീതിയിൽ ഞാനങ്ങനെ സഹായിക്കാറുണ്ടുള്ളത്. പിന്നെ അടുത്തൊരു അഗതി മന്ദിരമുണ്ട്, അവിടെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. അവിടേക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നിൽ കഴിയുന്നത് ചെയ്തു കൊടുക്കാറാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന തിരുക്കുമാരനും മാതാവിനും പ്രത്യേകം എൻ്റെ നന്ദി പറയുന്നു. ഇനിയും ഉടമ്പടിയിൽ തെന്നിമാറാതെ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് ഒരു വലിയ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. ഞാൻ 2024 ഏപ്രിൽ 23 ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ മകനിപ്പോൾ നല്ലൊരു ജോലി ഇപ്പോൾ കിട്ടി. ജോലിയില്ലാത്ത അവസരത്തിൽ അവൻ്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അവന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. ഇപ്പോൾ അവന് നല്ലൊരു ജോലി ലഭിച്ചു. അതിന് അത്രയും വലിയ അനുഗ്രഹം തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച അമ്മയ്ക്കും. അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട് ഈ പുണ്യ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി 2ാം തവണയും എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി ജെൻറ്റിൻ. ഞാൻ അയർലൻഡിൽ നിന്ന് വരുന്നു. അമ്മയുടെ തിരുനടയിൽ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും വേണ്ടിയാണ് ഞാനിവിടെ ലീവ് ഈ ഒക്ടോബർ മാസത്തിലേക്ക് ചോദിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. പരിശുദ്ധ അമ്മ ആദ്യമായി എനിക്ക് തന്നത് ഓൾറെഡി ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരുന്നു, എൻ്റെ OET വിജയവും അത് കഴിഞ്ഞ് അയർലൻഡിൽ ജോലി ലഭിച്ചതൊക്കെ. അതിനുശേഷം ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ എല്ലാ നഴ്സുമാർക്കും അറിയാം, അവിടെ നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അതൊത്തിരി ടഫ് ഏറിയ എക്സാമാണ്. എന്നെ സംബന്ധിച്ചും അതൊരു കീറാമുട്ടി തന്നെയായിരുന്നു എന്ന് പറയാം. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് അത് നന്നായി അതിനുള്ള പ്രിപ്പറേഷൻ ഒന്നും നടത്തുവാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ പോകുന്നതിന് മുമ്പ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ എനിക്ക് കാശുരൂപം തന്നായിരുന്നു വിട്ടിരുന്നത്. അപ്പം എക്സാമിൻ്റെ വേളയിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ചൊക്കെയാണ് ഞാൻ പോയത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ സ്റ്റേഷനും ക്ലിയർ ചെയ്ത് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള പിൻ നമ്പർ ലഭിക്കാനുള്ള കൃപ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അയർലൻഡിലെ ഡ്രൈവിംഗ് ലൈസൻസ്. അത് ഇച്ചിരി കടുപ്പമേറിയതാണ്. അവിടെയും മാതാവ് ഉന്നതമായ വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലാപ്ടോപ്പിലൊക്കെ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, കുശലം വരച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവിടെയും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പ്രൈവറ്റ് ഒരു ഓർഗനൈസേഷനിലായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് അവിടെ 3 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ജീവിച്ചു പോകാൻ ആ ഒരു സാലറി കൊണ്ട് നമുക്കത് സർവൈവ് ചെയ്യുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഒരു ഗവൺമെൻറ് ജോലി നൽകി എന്നെ അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ആപ്ലിക്കേഷൻ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്ന് കണ്ടു, അത് അപ്ലൈ ചെയ്തു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കറിയില്ല എങ്ങനെയാണ് അവിടുത്തെ HSC ഇൻ്റർവ്യൂ എങ്ങനെയാണ് നടക്കുക എന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ, നിനക്കറിയാം എൻ്റെ അവസ്ഥകൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം, എൻ്റെ ഫാമിലിനെ കൊണ്ടുവരണം, മക്കളെ കൊണ്ടുവരണം. അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സാലറിയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് സാധ്യമാകുകയുള്ളൂ. പരിശുദ്ധ അമ്മ തൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂമാരി ചൊരിഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തന്നു. യാതൊരു പ്രിപ്പറേഷനും കൂടാതെയാണ് ഞാൻ അത് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ പള്ളിയിൽ പോയി കുർബാന കൂടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ അന്ന് കുർബാന ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ ആ ചാപ്പലിൽ അരമണിക്കൂർ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉപ്പും വിശുദ്ധ തൈലവും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഇതിൽ മാതാവ് എനിക്ക്
ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ അതിനുള്ള പേപ്പർ വർക്കുകൾ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അതെനിക്ക് പൂർത്തീകരിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പേപ്പർ വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇവിടെ പോലീസ് ക്ലിയറൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഗാർഡ വെറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പാസ്പോർട്ടും ബാക്കിയുള്ള രേഖകളെല്ലാം അറ്റസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ കണ്ട ഓഫീസർ പറഞ്ഞു, ഇത് ഇവിടെ അല്ല, ഓൺലൈനിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കേട്ട് തിരിച്ചു വന്നു. അപ്പോൾ എനിക്കറിയാം അത് അവിടെയല്ല ചെയ്യേണ്ടത്, അത് അവർ തന്നെ എനിക്ക് അറ്റസ്റ്റ് ചെയ്ത് തിരിച്ചു തരണം. അപ്പോഴും ഞാൻ ഉടമ്പടി അമ്മയുടെ ആയുധങ്ങളായ എല്ലാ കൃപാസന പത്രം എൻ്റെ കയ്യിലുണ്ട്. വിശുദ്ധ തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചാണ് പോയത്. ഒപ്പം ഉപ്പും ഞാൻ കയ്യിലെടുത്തിരുന്ന സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ആരും ചവിട്ടാത്തടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത് തിരിച്ചു കയറി ചെന്നപ്പം ആ ഉദ്യോഗസ്ഥനെ അമ്മ അവിടുന്ന് മാറ്റി പകരം വേറൊരു ഉദ്യോഗസ്ഥനെ അമ്മ അവിടെ എനിക്കായിട്ട് തൻ്റെ ദൂതനെ അയക്കുന്നെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫീസറോട് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസർ ചിരിച്ചുകൊണ്ട് എനിക്കത് അറ്റസ്റ്റ് ചെയ്ത് തന്നു. തിരിച്ച് ഞാൻ വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പിയിലും കൂടെ ആ സെയിം ഉദ്യോഗസ്ഥൻ തന്നെ അത് അറ്റസ്റ്റ് ചെയ്ത് തരണം എന്നുള്ളത്. അപ്പം മൂന്നാമത് ഞാൻ വീണ്ടും തിരിച്ചു കയറി ഞാൻ ചെന്നു. അപ്പോഴും ആ ഉദ്യോഗസ്ഥൻ തന്നെ സെയിം ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ ചിരിച്ചുകൊണ്ട് എന്താണ് കാര്യം എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് അമ്മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ തൻ്റെ ദൂതനെ അയച്ച് എനിക്ക് വേണ്ടി ക്രമപ്പെടുത്തി തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി പറയുന്നു. ഇനിയുള്ള ബാക്കിയുള്ള പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം തടസ്സങ്ങളൊന്നും കൂടാണ്ട് അത് അമ്മ ക്രമപ്പെടുത്തി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീടുള്ള ഒരു സാക്ഷ്യം പറയാനുള്ള പെട്ടെന്നൊരു ദിവസം എനിക്ക് അതിശക്തമായൊരു വയറുവേദനയുണ്ടായി. അപ്പോൾ ഞാൻ ഒരു ദൈവമേ എന്താണ് അങ്ങനെ മാറാത്ത, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാൻ വിശുദ്ധ തൈലവും ഇതെല്ലാം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നമുക്ക് ഇവിടെ നാട്ടിലെ പോലെ അല്ല, ഒരു ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ എനിക്ക് GP ഒന്നും ഞാൻ ചെന്നിട്ട് അധികം നാളായിട്ടില്ല ഡോക്ടറെ കാണണമെങ്കിൽ. അപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും ഉപ്പും വെള്ളത്തിൽ കലക്കി അങ്ങനെ കുടിച്ചു. അപ്പോൾ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് സുച്ചിട്ടെന്ന പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വേദനയ്ക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ആ ഒരു മൊമെൻറ്റിൽ അപ്രത്യക്ഷമായി അത് സ്വിച്ചിട്ട് ഓണാക്കി ഓഫാക്കുന്ന പോലെ ആ വേദന പിന്നീട് ഇന്നുവരെ എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുമില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. ചെറുതും വലുതുമായ അനവധി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന മേഖലകളിലും ബാക്കി അവരൊക്കെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കതെല്ലാം പറയുവാനും സാധിക്കുകയില്ല. കാരുണ്യപ്രവൃത്തികളായിട്ട് എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് രോഗികളെ പോയി അങ്ങനെ നാട്ടിലേതുപോലെ ചെയ്യാൻ പറ്റില്ല എങ്കിലും കഴിയുന്ന വിധത്തിലെല്ലാം അവിടെ ചെയ്യാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ പൊതിച്ചോറുണ്ടാക്കി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവർക്കുള്ള ഫുഡ് കൊടുക്കാറൊക്കെ ചെയ്യാറുണ്ട്. അച്ഛൻ ചോദിക്കാറുണ്ട് വിശേഷവിധിയായി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. അപ്പോൾ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഈശോയുള്ള അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടത്തെ പ്രതി വിശേഷവിധിയായിട്ട് ഞാൻ എൻ്റെ മുടി ക്യാൻസർ രോഗികൾക്ക് വേണ്ടി തൃശ്ശൂരും അമല മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്തു. പിന്നീട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളൊക്കെ എല്ലാ ആഴ്ചകളിൽ തന്നെ കാണാനും സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഡെയിലി ബ്ലെസ്സിങ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും കൂടാണ്ട് ഇതിൽ യാത്രകളാണെങ്കിൽ പോലും കൂടെ പിന്നീടാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം ഡെയിലി ബ്ലെസ്സിങ് ആണെങ്കിൽ അന്നത്തെ പ്രാർത്ഥന ഞാൻ അവിടുത്തെ 1 മണിക്കാണ് ആ പ്രാർത്ഥന, ഇവിടുത്തെ 5:30 അവിടുത്തെ 1 മണിയാണ്. ആ സമയത്ത് തന്നെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൃത്യമായി കാണാറുണ്ട്. അതുപോലെ സാക്ഷ്യങ്ങളൊക്കെ അതാത് കാറ്റഗറി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ അച്ഛൻ പറയാറുണ്ട് ആലപ്പുഴയിലായിരുന്നാലും അയർലൻഡിലായിരുന്നാലും നമ്മൾ ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇവിടെ വന്നതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ എവിടെയായിരുന്നാലും ഉടമ്പടി ജീവിക്കുന്നതിലാണ്, അവൻ ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നാണ് നമ്മുടെ ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ മാക്സിമം വിശ്വസ്തയോടെ തന്നെ ജീവിതാവസാനം വരെ ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ മാതാവിനോട് അപേക്ഷിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ടിൻ്റെ അന്ന് എക്സാമിന് വന്നപ്പോഴാണെങ്കിലും അച്ഛന് അന്നത്തെ ഉടമ്പടി എല്ലാ കാര്യങ്ങളും എനിക്ക് സംഭവിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലാണ് കൂടുതലായിട്ടും ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നതും ഓരോ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അപ്പോൾ എക്സാമിന് വേണ്ടി അന്ന് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ ഉടമ്പടി ആരാധന അന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. അന്ന് ഓൾറെഡി മെയിൽ വന്നത് ഞാൻ കണ്ടു, പക്ഷേ ഞാൻ ഓപ്പൺ ആക്കിയില്ല. അപ്പം ഉടമ്പടി ധ്യാനം കൂടി കഴിയുന്നതിന് ശേഷം മാത്രമേ ഓപ്പൺ ആക്കുകയുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ ചിലരെ കണ്ട് ആൾത്താരിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ അവരെ മാതാവ്
കാത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ചിലരോടൊന്നും പറയാറില്ലെന്ന്. അപ്പോൾ അതിന് മുമ്പ് 2 പ്രാവശ്യം ഞാൻ OET പരീക്ഷ എഴുതാൻ വേണ്ടി വന്നപ്പോഴും അച്ഛനെ കാണാൻ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ലഭിച്ചായിരുന്നു. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും അന്നേരം അച്ഛനെ കാണാൻ വേണ്ടിയുള്ള കൃപ ലഭിച്ചു. അന്നേരം ഒന്നും അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു, മാതാവേ എന്നോട് മാത്രം അച്ഛൻ എന്താ പറയാത്തത്, എൻ്റെ ഞാൻ ഉടമ്പടി പാലിക്കുന്നത് തെറ്റായതുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ അന്നത്തെ ആരാധനയിൽ അങ്ങനെ കൂടി കഴിഞ്ഞ് അപ്പോഴത്തേനും എനിക്ക് ബോധ്യമായി ഞാൻ എന്തായാലും പരീക്ഷ പാസ്സായി എന്നുള്ളത്. അപ്പോൾ പിന്നീട് ഉടമ്പടി ആരാധന ധ്യാനം കൂടി അന്ന് പിന്നെ റിസൾട്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ എക്സാം പൂർണ്ണമായിട്ട് വിജയിക്കാൻ മാതാവിനെ അനുഗ്രഹിച്ചു. എല്ലാ കൃപകൾക്കും നന്ദികൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ ബാക്കി ഉടമ്പടി നിബന്ധനകളെല്ലാം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ചെയ്യാറുണ്ട്. അതുപോലെ അനുദിനമുള്ള വിശുദ്ധ ബലി ഞാൻ പ്രാർത്ഥിച്ചാറുണ്ടായിരുന്നു, മാതാവേ ഞാൻ എവിടെ പോയാലും എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ പള്ളി തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ലൊക്കേഷൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ഇതുവരെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം എനിക്ക് നടന്നു പോകാനുള്ള ദൂരത്തിൽ പരിശുദ്ധ അമ്മ എനിക്കൊരു പള്ളി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാനുള്ള ഭാഗ്യം ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ എനിക്കത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വെച്ചാൽ 5 കിലോമീറ്റർ ദൂരമുണ്ട്, പിന്നെ കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഡെയിലി പള്ളിയിൽ പോകാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള അനുദിനം പങ്കെടുക്കാനുള്ള വലിയൊരു കൃപ നൽകി. ഇവൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണെങ്കിൽ ഞാൻ 10 മണിക്കത്തെ കുർബാന പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറയാറുണ്ട് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ മാതാവിനെ അവിടുത്തെ രുചിച്ചറിഞ്ഞവർക്ക് അത് എത്രത്തോളം അമൂല്യമാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി മാതാവിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള, നേരത്തെ ആയിരുന്നെങ്കിലും ഞാനൊരു മരിയൻ ഭക്തിയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മാതാവിൻ്റെ ആളാണ്. അപ്പോൾ അതുപോലെ അവിടുത്തെ അരിഷുകാർക്കൊക്കെ ആണെങ്കിലും ഞാൻ പേപ്പറുകൾ കൊടുക്കും. അതുപോലെ ബാക്കി അപ്പോൾ അവർക്കൊക്കെയും വലിയ കാര്യമാണ് മദർ മേരി എന്ന് പറയുമ്പം. അവർ കുറേ പേരൊക്കെ ഒത്തിരി സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ അവരത് സ്വീകരിക്കാറുണ്ട്. ചുരുക്കം ചിലരൊക്കെ ഇതാക്കാറുണ്ട്. അതുപോലെ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് കൃപാസന പത്രം എനിക്ക് കൊണ്ടു തരാമോ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ ഉടമ്പടി വന്ന് പുതുക്കുമ്പോഴും ഞാൻ അഡീഷണലായിട്ട് 3 കെട്ടും 4 കെട്ടൊക്കെ ഞാൻ പേപ്പർ കൃപാസന പത്രം കൊണ്ട് വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ വേറെ നാഷണാലിറ്റിക്കാർക്കല്ലേ ഫിലിപ്പീൻസുകാർക്കും ഒക്കെ കൊടുക്കാറും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇനിയും അൾത്താരി